ചെറിയ വെയിൽ തെളിയുന്നുണ്ട്, പ്രതീക്ഷയുടെ സൂര്യനുണ്ട്. പക്ഷേ അതേസമയം തന്നെ മാനം മൂടിക്കെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആശങ്കയുമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. തീർച്ചയായും ഈ കാഴ്ചകൾ തന്നെയാണ് റിപ്പോർട്ടർ TV അതിൻ്റെ ആകാശ കാഴ്ചയിലൂടെ, ക്യാമറ കാഴ്ചയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മൺകൂന, ഏകദേശം 60,000 ടൺ വരുന്ന മൺകൂനയാണ്. ആ മൺകൂനയാണ് ഇപ്പോൾ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 4-5 മീറ്റർ നീളത്തിലേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ആ ചുവന്ന ഹിറ്റാച്ചിയുടെ വിരലുകൾ സ്പർശിച്ച് നിൽക്കുന്നത് GPS റഡാർ സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്ന പ്രദേശത്താണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അത് ടിപ്പറിലേക്കും ഒപ്പം തന്നെ ഈ മെഷീനുകളിലേക്കും, ഈ ടോറസ് മെഷീനിലേക്കുമൊക്കെ ഇപ്പോൾ ആ മണ്ണ് കയറ്റിയിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. SDRFിൻ്റെയും NDRFിൻ്റെയും അംഗങ്ങളുണ്ട്. ഒപ്പം മഴ പെയ്തു തുടങ്ങുന്നു എന്നൊരു ആശങ്ക കൂടിയുണ്ട്. നേരത്തെ പ്രതീക്ഷയുടെ സൂര്യനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മാനം വീണ്ടും കറുത്തു വരുന്നു എന്നുള്ളത് അല്പം ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ആകാശക്കാഴ്ച പ്രേക്ഷകർക്ക് ഇനി എത്രത്തോളം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നറിയില്ല. അന്തരീക്ഷം സാവധാനം ഇരുണ്ടുവരുന്ന കാഴ്ചയാണ്. ആ കാഴ്ച നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണാൽ ഈ ഭാഗത്തേക്കടക്കമാണ് ആ മണ്ണ് തെറിച്ചു വീഴുക. മഴയ്ക്ക് ശക്തി കൂടുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആശങ്കപ്പെടുത്തുന്ന ഘടകവും അതുതന്നെയാണ്. പ്രേക്ഷകർക്ക് കാണാം, ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളുള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം ഒരേ ലൈനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ടിപ്പറുകളും ടോറസുകളുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാം. ആ ചുവന്ന ഹിറ്റാച്ചി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് GPS റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള അവസാനത്തെ സിഗ്നൽ കണ്ടെത്തിയത്. ആ സ്ഥലത്തേക്ക് കൂടിയാണ് പോകുന്നത്. മഴ കനക്കുകയാണെങ്കിൽ ഈ JCB പ്രവർത്തനം നിർത്തിവെക്കുമോ? അതിലേറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ആ JCB പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് മുകളിൽ നിൽക്കുന്ന ഭാഗത്ത് മണ്ണിടിയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ചെറിയ പാറക്കഷണങ്ങൾ ഇടിഞ്ഞു തുടങ്ങിയത് പ്രേക്ഷകർക്ക് കാണാം. ഒട്ടും ഉള്ളുറപ്പില്ലാത്ത പ്രദേശമാണ്. ശക്തമായ മഴ പെയ്താൽ അവിടെ നിന്നും മണ്ണിടിഞ്ഞ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിൽ മണ്ണ് ഇളകി വരികയാണെങ്കിൽ അത് നമ്മൾ നിൽക്കുന്ന പ്രദേശത്തോടു കൂടി ഈ ഗംഗാവാലി നദിയിലേക്കാണ് പോയി വീഴുക. ആ ദൃശ്യങ്ങളും വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നു. ഒരുപക്ഷെ സമാനമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അർജുൻ്റെ വാഹനം ഇവിടെ നിർത്തിയിട്ടത്. ആ വാഹനം നിർത്തിയിട്ട് ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന അർജുനെ 8:45 മണ്ണിടിഞ്ഞു വീണ് പൂർണ്ണമായും മണ്ണ് മൂടുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ പ്രതീക്ഷയുടെ ദൃശ്യങ്ങളാണെങ്കിലും ചെറിയ മഴ പെയ്യുന്നുണ്ട്. പ്രതീക്ഷകൾക്ക് മേൽ മഴ പെയ്തിറങ്ങുന്നു എന്നുള്ളത് ഒട്ടും ആശ്വാസകരമായ കാര്യമേ അല്ല. അന്തരീക്ഷം മൂടിക്കെട്ടിയിരിക്കുന്നു. നല്ല മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. തീവ്ര മഴയ്ക്കുള്ള കാലാവസ്ഥാ പ്രവചനം 9 മണിയോടുകൂടി തീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. കഴിഞ്ഞ 3.5 മണിക്കൂറായി മഴ മാറി നിന്നിരുന്നു. മാനം അല്പം തെളിഞ്ഞു നിന്നിരുന്നു. അതിൽ 1.5 മണിക്കൂർ തെരച്ചിൽ നടത്താതെ ജില്ലാ അധികൃതർ പാഴാക്കി കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. MLAയും ഒപ്പം തന്നെ രഞ്ജിത്ത് സ്റ്റൈലി അടക്കമുള്ള സംഘവും എത്തിയതിന് ശേഷമാണ് പിന്നീട് തെരച്ചിൽ കൂടുതൽ വേഗത്തിലാക്കി മാറ്റിയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ മൺകൂനിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു NDRF പ്രവർത്തകനെ കാണാം. ആ ഭാഗത്തും GPS റഡാറിൻ്റെ ഒരു സിഗ്നൽ ലഭിച്ച പ്രദേശമാണ്. ആ ഭാഗത്തെ കാഴ്ചയും പ്രേക്ഷകർക്ക് തത്സമയം കാണാവുന്ന കാഴ്ചയാണ്. അതേസമയം തന്നെ ചുവന്ന മെഷീനറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 8ഓളം ടോറസ് ടിപ്പറുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത മഴയാണ് സ്ഥലത്തിപ്പോൾ പെയ്യുന്നത്. ചെറിയ മഴയല്ല, വലിയ മഴയാണ്. ഈ പ്രദേശമാകെ ചെളിക്കുളമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ദൂരെ 5 മെഷീനുകൾ, ഏകദേശം ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് 25 മീറ്റർ മാത്രം അകലെയാണ് മെഷീനറികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ ആകെ നേരത്തെ ഒരു ധാബയുണ്ടായിരുന്ന ഇടമാണ്. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഇടമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണ് കൊണ്ടിടുന്ന ഭാഗത്ത് പോലും പനവേൽ ഭാഗത്തേക്ക് പോകുന്ന, ഗോവ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സ്ഥിരമായി നിർത്തിയിട്ട് ചായ കുടിക്കാറുള്ള ചെറിയ ധാബകളുള്ള സ്ഥലമാണ്. പ്രേക്ഷകർക്ക് കാണാം ആ നദിയുടെ തീരത്ത് കാണുന്ന, ഈ ഗംഗാവാലി പുഴയുടെ തീരത്ത് കാണുന്ന വലിയ മൺകൂന. ആ മൺകൂന എന്ന് പറയുന്നത് നേരത്തെ ഒരു ധാബയുണ്ടായിരുന്ന സ്ഥലമാണ്. ആ ധാബയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു മൺകൂന മാത്രമാണ്. അതിൽ നിന്ന് 5 പേരുടെ മൃതശരീരമാണ് നമുക്ക് കിട്ടിയത്. ചേതനയറ്റ ശരീരങ്ങളാണ് കിട്ടിയത്. മറുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ നിലവിൽ ഹിറ്റാച്ചി മെഷീനുകൾ പ്രവർത്തിക്കുന്നത് GPS റഡാർ
റഡാർ സംവിധാനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ്. ഇപ്പോൾ താൽക്കാലികമായി ചുവന്ന JCB പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടുത്തുന്നത് ഈ മഴയാണ്. മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്താൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, മുകൾ ഭാഗത്ത് നിന്നും ഈ ജലപാതം വരുന്ന വഴിയിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൽ പാറക്കഷണങ്ങൾ പോലും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുരുണ്ട് വരികയാണെങ്കിൽ അത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും ഈ തത്സമയം ഈ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കും അത് ഭീഷണിയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മറുഭാഗത്ത് ഈ മണ്ണ് കൊണ്ടിടുന്ന സ്ഥലം അതും ഈ ചെളിയിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ടു പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉത്തര കന്നഡയുടെ മണ്ണിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദുർബലമായ മണ്ണ് ഇളകിക്കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയാം. അതിനൊരു സമയം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഉടുപ്പിയിലേത് പോലെയല്ല ഉത്തര കന്നഡയിലെ ഒരു മണ്ണിൻ്റെ ഘടന. ഈ കർണാടകയിൽ തന്നെ വ്യത്യസ്ത ടെറൈനുകളിൽ വ്യത്യസ്ത മണ്ണിൻ്റെ സ്വഭാവമാണുള്ളത്. ആ മണ്ണിൻ്റെ ഘടകമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം കൂടുതൽ പോലീസ് സേനാ അംഗങ്ങളും SDRFിൻ്റെ സംഘങ്ങളും സ്ഥലത്തേക്ക് എത്തുന്നു. 10 മണിയോടുകൂടി ആർമി യൂണിറ്റ് ബൽഗാമിൽ നിന്ന് പുറപ്പെട്ട സംഘം കൂടി ഇവിടെ എത്തും. കൂടുതൽ ആളുകൾ എത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ഈ മെഷീനറി ഉപയോഗിച്ച് ഇപ്പോൾ പ്രവർത്തിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി മെഷീനറികൾ ഇപ്പോൾ സ്ഥലത്തുണ്ട്. 8 മെഷീനറികൾ മാത്രമേ ആ സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതിലേറെ ടോറസ് മെഷീനുകളും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ പ്രയോജനമില്ല. പക്ഷേ ആവശ്യം വേണ്ടത് കൂടുതൽ സാമഗ്രികളാണ്, കൂടുതൽ മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അതിപ്പോൾ ഒരു സ്ഥലം മാത്രം ലൊക്കേറ്റ് ചെയ്ത് നീക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയ തടസ്സമില്ല. 8ഓളം ടോറസ് ടിപ്പറുകളിൽ മണ്ണ് നിറച്ച് ആ മണ്ണ് തൊട്ടടുത്ത് 50 മീറ്റർ അകലെ കൊണ്ട് നിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ GPS റഡാർ സംവിധാനം ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്ത അർജുനൻ്റെ ലോറി കിടപ്പുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ഹിറ്റാച്ചി മെഷീനും മഞ്ഞ നിറത്തിലുള്ള ഹിറ്റാച്ചി മെഷീനുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ 2 ഹിറ്റാച്ചി മെഷീനുകൾ പ്രവർത്തനം നിർത്തി, 3 ഹിറ്റാച്ചി മെഷീനുകൾ ഇപ്പോഴും പ്രവർത്തനം തുടരുന്നുണ്ട്. ആ കാഴ്ച പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ മുന്നിൽ ഒരു JCB പ്രേക്ഷകർക്ക് കാണാം. ഇത് നേരത്തെ മണ്ണ് നീക്കിക്കൊണ്ടിരുന്ന ഒരു JCB ആണ്. മണ്ണ് പെയ്താൽ മണ്ണ് കട്ടിപിടിക്കുന്നുവെന്ന് മാത്രമല്ല, മുകളിലുള്ള ഭാഗത്തെ മണ്ണ് കൂടി ഇളകി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്യന്തം അപകടകരമായ ഒരു ഡേഞ്ചറസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ റോഡ് നിർമ്മാണം നടത്തിയ ഈ വഴിവക്കിലെല്ലാം സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിയില്ല. ഇപ്പോൾ കർണാടക പോലീസിൻ്റെ ഒരു പോലീസ് വാൻ എത്തിയിട്ടുണ്ട്. 2 മണിക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. 2:30 കൂടിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബൈരേഗൌഡയും എത്തുന്നത്. MLA ഇപ്പോൾ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരം MLA അഷ്റഫും അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഫുൾ സ്വിംഗിൽ നടക്കുകയായിരുന്നുവെങ്കിലും ഇപ്പോൾ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങുന്നു. രക്ഷാപ്രവർത്തനം നിലച്ചിട്ടില്ല. ഇപ്പോഴും 2 JCBകൾ മണ്ണ് നീക്കം ചെയ്യുകയാണ്. ഇനിയൊരു 4 മീറ്റർ കൂടി ഉള്ളിലേക്ക് പോയാൽ ഒരുപക്ഷെ നിർണായകമായ ആ കാഴ്ച, ആ വാർത്ത നമുക്ക് ലഭ്യമാവും. വളരെ സാവധാനം ആ ഭാഗത്തു നിന്ന് മണ്ണെടുത്ത് തുടങ്ങുന്നുണ്ട്. വീണ്ടും 3 JCBകൾ പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ട്. ആ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഏകദേശം 2 JCBയുടെ ആൾപ്പൊക്കത്തിലുള്ള മണ്ണ് ആ ഭാഗത്തു നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു മൺകൂനിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അവിടെ ഒരു മനുഷ്യൻ, ഒന്നല്ല 3 മനുഷ്യജീവനുകളുണ്ട് എന്നതാണ്. കഴിഞ്ഞ 6 ദിവസമായി മണ്ണിനടിയിൽപ്പെട്ടുപോയ മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിലാണ്. സമാനതകളില്ലാത്തൊരു തിരച്ചിലാണ് നടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിക്കൊണ്ട് വീണ്ടും കനത്ത മഴ പെയ്യുന്നു. മലയപാതയിൽ നിന്ന് വീണ്ടും ജലപാതം ശക്തമായിട്ട് വരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും മറ്റൊരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നത് ആശങ്കപ്പെടുത്തുക കൂടി ചെയ്യുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം നിർത്തിയിരുന്നില്ല. നേരത്തെ മഴ പെയ്യുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തുമായിരുന്നു. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലുള്ള MLA സതീഷ് സീലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രോട്ടോക്കോളും വകവയ്ക്കാതെ പരമാവധി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തിരികെ എത്താം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഇനിഷ്യേറ്റീവ് ഈ ഘട്ടത്തിലുണ്ടാവുന്നത്. ഏറ്റവും ഒടുവിലുള്ള ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ മഴ പെയ്യുന്നുണ്ട്, അതിശക്തമായ മഴ. ഇപ്പോൾ 4 JCB മെഷീനുകൾ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും 6 മെഷീനറികളും പ്രവർത്തിച്ചു തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് കാണാം അവിടെ കനത്ത മഴയാണ്. ആ ഭാഗത്തും നമ്മൾ നിൽക്കുന്ന ഭാഗത്തുമുള്ളത് കേവലം 15 മീറ്റർ അകലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ക്യാമറ കാഴ്ചയിലൂടെ പ്രേക്ഷകർക്കും അത് കാണാൻ സാധിക്കും. ചുറ്റുപാടുമുള്ള മലനിരകളെല്ലാം ഈ
മഴയുടെ നൂലുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു. മഴയുടെ നൂലുകൾ കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും യന്ത്രവിരലുകൾ മണ്ണിൽ തന്നെയാണ്. രഞ്ജിത്തിൻ്റെ ശരീരം, രഞ്ജിത്തിൻ്റെ ജീവൻ്റെ തുടുപ്പ് തേടിയുള്ള നമ്മളുടെ അന്വേഷണം തുടരുന്നു. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ JCB മണ്ണിളക്കുമ്പോൾ മണ്ണിനോടൊപ്പം വെള്ളവും ചെളിയും കൂടി വരുന്നു എന്നുള്ളതാണ് വീണ്ടും ദുർഘടമാക്കുന്നത്. ഇതിൽ ഈ 5 ദിവസമായി തുടർച്ചയായിട്ട് പെയ്യുന്ന മഴ ഈ ചെളി കൂടുതൽ കട്ടിയുള്ളതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് മണ്ണിളക്കി മറുഭാഗത്തേക്ക് ഇടുന്നു. ആ ഭാഗത്ത് നിന്ന് മറ്റൊരു JCB ഉപയോഗിച്ച് മണ്ണിളക്കി ടിപ്പറിലേക്കും ടോറസിലേക്കും കയറ്റി 50 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നത്.